Good evening and welcome to Super Brand Live Show 3 in 1 in association with Time Express Cargo and gift sponsored by Dubai Crocodile Park, Green Olives Beauty Salon and Calicut Junction special gift hamper from Ujala. അപ്പോൾ എന്തായി നമ്മൾ ഈ വീക്കില് ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് 3-in-1 ദിസ് ഇസ് സുചിത വിത്ത് യു, ദിസ് ഇസ് റീനു വിത്ത് യു. അപ്പോൾ ട്യൂസ്ഡേ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസും സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം പതിവ് പോലെ നിങ്ങൾ എല്ലാവരും ഫോണിൻ്റെ അടുത്ത് ഉണ്ടാകുക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 042382491. യെസ്, ഒന്നുകൂടെ പറഞ്ഞ നമ്പർ 042382491. ഇതെന്തുകൊണ്ടാണ് വെക്കൊന്നും വേണ്ട. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കിത് ഭയങ്കര കാണാപ്പാടാട്ടോ. എന്നെ ഇന്ന് ഭയങ്കരമായിട്ട് പരീക്ഷിക്കായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് നമ്പർ പറയുന്ന റീനു ആയിരിക്കും അല്ലേ? സ്റ്റാർട്ടിംഗിൽ എന്നെ കൂടെ നമ്പർ പറയിപ്പിച്ചോണ്ടിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ വീണ്ടും നമ്മുടെ ഷോയിലേക്ക് നിങ്ങൾ വീണ്ടും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഇംഗ്ലീഷ് മാത്രം പോരാ, ഇടയ്ക്ക് നമ്മുടെ മലയാള ഭാഷേനെ കൂടെ നമ്മൾ ഓർക്കണം എന്നുള്ള ഒരു ഇതോടെ കൂടിയിട്ട് നമ്മുടെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്മളെ വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും നമ്മൾ വിന്നേഴ്സിന് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു കപ്പിൾസിനായിരിക്കും നമ്മൾ ഈ ടിക്കറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറൻറ്റ് ഒരു ഗിഫ്റ്റ് വൗച്ചർ 50 dirhams വർത്തിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഒലീവ് സലോണിൻ്റെ ഒരു വൗച്ചറും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിളിക്കുന്ന ഒരു ആളിൽ നിന്ന് അല്ലെ എത്ര പേരിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ നറുക്കിട്ടെടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഉജാല അല്ലേ? ഉജാലയുടെ ഗിഫ്റ്റ് എപ്പോഴും നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും, ഈ ഗിഫ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഉജാലയുടെ ഹാമ്പർ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് കോൾ വന്നിട്ടുണ്ടോ? ഓക്കെ, ഹലോ 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 ഗുഡ് ഈവനിങ്, വെൽക്കം ടു 3 in 1. മാലിക് എന്ന് പറയും. മാലിക്കിനെ അറിയാലോ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ച നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ? എന്റെ പിന്നത്തെ ആഴ്ചയല്ലേ സംസാരിച്ചേ? ഓക്കെ. അന്ന് ഒരുപാട് പേര് വിളിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, എന്തായാലും സന്തോഷം. വീണ്ടും വിളിച്ചിരുന്നു. നമുക്കറിയാം നമ്മൾ എല്ലാ ആഴ്ചയും നമ്മള് മാലിക്ക് വിളിക്കും. പിന്നെ ഉമ്മ വന്നോ? ഉമ്മ പോയിട്ട് വന്നോ? അടുത്ത ആഴ്ച. ഓക്കെ. ഇന്ന് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് എന്താണ് വിശേഷം? ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു മാലിക്, കൽക്കി കണ്ടോ? കൽക്കി എങ്ങനെയുണ്ട്? അടിപൊളി. മാലിക്കിന്റെ അടുത്ത് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പോയി കാണാൻ. ഞാൻ ഇത് കാണുമ്പോ തൊട്ട്, ഇപ്പൊ ട്രെയിലർ കാണുമ്പോ തൊട്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാലിക്കിനോടാ. ഫസ്റ്റ് ഷോ പോയി കണ്ടോ? പോയി കണ്ടില്ല. സത്യം പറഞ്ഞ അതെല്ലാം കാണുന്നുണ്ടോ? കാണുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം. എങ്ങനെയുണ്ട് ഒരു ഓവറോൾ കഥയൊന്നും പറയരുതേ? കഥ ഓവറോൾ ഒരു പ്രഭാസ് ഷോ പ്രതീക്ഷിച്ചു പോയി. പ്രഭാസ് ഷോ ആണ്. വേറെ പലതുമാണ് അതിനകത്ത് കത്തിക്കേറി. എനിക്ക് പ്രഭാസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള. പ്രഭാസ് ഷോ എന്നല്ല, ഒരു ഫുൾ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കില്ലേ? പക്ഷെ പ്രഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാൻ പറ്റില്ല. ലെജൻസിന്റെ അഴിഞ്ഞാട്ടം മതി. അമിതാഭ് ബച്ചനാണോ കമലഹാസനാണോ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്? അമിതാഭ് ബച്ചനാണോ കമലഹാസനാണോ? അമിതാഭ് ബച്ചൻ. ബച്ചനോ? സത്യം പറഞ്ഞ അവരൊന്നും ഇല്ലെങ്കിൽ മോശമല്ല. സത്യം പറഞ്ഞ ട്രെയിലർ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ആഗ്രഹമുണ്ട് പോയി കാണണമെന്ന്. കാണും എന്തായാലും. കാണുന്നെങ്കിൽ ഐമാക്സിൽ കാണണം. ഐമാക്സിൽ കാണണം. അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുൾ എഫക്ട് കിട്ടത്തില്ലല്ലേ? എന്തായാലും ഞങ്ങള് മാലിക്കിന്റെ ഒരു അഭ്യർത്ഥന ഐമാക്സും കൂടെ പോയി ഒന്നും കൂടെ കണ്ടു. ഇതിന് രണ്ടിന് സമയം കിട്ടിയല്ലോ അല്ലേ? വയ്യ. എന്തിനു രണ്ടിന് സമയം കിട്ടിയില്ല? ഞാനാണെങ്കിൽ ഇവിടെ എനിക്കൊന്ന് വീക്കെൻഡ് പാക്ഡ് ആയി പോയിക്കൊണ്ടായിരിക്കും. 5 മണിയുടെ ഡ്യൂട്ടി ഉള്ളൂ. നോർമലി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിക്ക് തോന്നിയില്ല. അപ്പം ശനിയാഴ്ച രാത്രിയത്തെ ഷോ ഐമാക്സിൽ കണ്ടു. എന്തായാലും അതൊരു പ്രത്യേക വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. എന്തായാലും സത്യം പറഞ്ഞാൽ ലെജൻസിന്റെ ഒക്കെ ഒരു താര വിളയാട്ടല്ലേ? നമ്മുടെ ദുൽഖറും അന്നാബെന്നും ഇവർ രണ്ടുപേരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുൽഖർ അപ്പൊ ഓക്കെ ഒരുപാട് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ അന്നാബിന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കിക്കോ, ഒരു ലക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വരും ഒരു ചിത്രവും കൂടെ ഉണ്ട്. അതെ അതിന് കാണാനേ പറ്റുള്ളൂ.
എന്താണ് ഒരു ഫ്രാഞ്ചൈസി പടം പോലെ അവിടെ അവിടെ ആയിട്ടുള്ള ഇതേ ഉള്ളൂ അല്ലേ? സെക്കൻഡ് പാർട്ട് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൂടുതൽ കഥ വരുന്നത്. മോളിവുഡ്, ബോളിവുഡ്, ടോളിവുഡ് എല്ലാ വുഡ്സിലേക്ക് എല്ലാത്തിലുള്ള നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ തകർത്താടുന്ന ഒരു സിനിമയും കൂടിയാണ് എന്തായാലും. അടിപൊളി, എന്തായാലും സൂപ്പർ. അപ്പൊ എന്തായാലും കലക്കിയൊക്കെ കണ്ട ആ സന്തോഷത്തിലിരിക്കുകയാണ്. അതിൽ വലിയ സന്തോഷമാണ് നമ്മളെ വിളിച്ചപ്പോ അല്ലേ? സംഭവം വേറെ വരുന്നുണ്ട്, അത് ഇപ്പൊ പറയില്ല. പെണ്ണ് കെട്ടുന്നതല്ല, അല്ലാണ്ട് വേറെ അതെനിക്ക് ഇഷ്ടമായി. സുജിന എന്ന് പറഞ്ഞാൽ നമ്മള് പെണ്ണ് കെട്ടുന്നല്ല. എന്തായാലും ഞങ്ങൾക്ക് മാലിക്ക് പെണ്ണ് കെട്ടി പിന്നെ പറയാം. അപ്പൊ ഇങ്ങോട്ട് വരുന്നാണോ? പിന്നെ ഇങ്ങോട്ട് വല്ലതും വരുന്നാണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ളപ്പോ വരണേ. അതെ, ഉള്ളപ്പോ വരണം. എന്താ കാര്യം എന്നറിയോ? നെക്സ്റ്റ് മന്ത് എല്ലാരും വെക്കേഷൻ, അതുകൊണ്ടാ പറഞ്ഞത്. ഇപ്പൊ ഓൾറെഡി വെക്കേഷൻ പോയവരുണ്ട്. എന്തോ നെക്സ്റ്റ് മന്തിന് മുമ്പായിട്ട് നോക്കാം. അല്ല, ഓൾറെഡി വെക്കേഷൻ പോയിരിക്കുന്നവരുണ്ട്. ഇനി അവര് തിരിച്ചു വരുമ്പോഴേക്കും വെക്കേഷൻ പോകാനിരിക്കുകയാണ്. ഇങ്ങനെ കമ്മാൻ ഗോയാണ് ജൂലൈ മന്ത്. അതെ, സത്യം. അപ്പൊ ജൂലൈയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ മാലിക്കിനെ ഞങ്ങൾ അടിക്കും, ഉറപ്പാണ്. ഞങ്ങളുള്ളപ്പോ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ മാലികിനെ കാണാൻ ഒരുപാട് ആഗ്രഹമാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടെ കുറച്ച് അടുത്ത് നിൽക്കുന്ന ആളാണ് മാലിക്. മാലിക് അയ്യോ എനിക്ക് എന്റെ ഫോളോവേഴ്സ്, എന്തായാലും. അപ്പൊ ഇന്നെന്താ ഫുഡൊക്കെ കഴിച്ച മാലിക്? എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ പോന്നേ? ഇന്നത്തെ കഴിച്ചില്ല, ഇനി കഴിക്കണം. എന്താണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ? ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും. ഈ ഫാസ്റ്റ് ഫുഡില് ഏറ്റവും ഇഷ്ടമുള്ള എന്താ മാലിക്ക്? ഫാസ്റ്റ് ഫുഡില് ബർഗർ ഇഷ്ടമാണ്, പിസ്സ ഇഷ്ടമാണ്. ഫാസ്റ്റ് ഫുഡില് പിന്നെ എന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ, അത് പറയാൻ വേണ്ടിട്ട് ചോദിച്ചത്. ഹലോ, പൊടി അടിച്ചോ? പൊടി അടിച്ചോ? നാളിക്കൂടെ കപ്പലോടിയോ? ഇല്ല ഇല്ല. എനിക്ക് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമല്ല സീരിയസ്ലി. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു തടിയാണ്. നാടൻ ചോറും അതിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കണേ. ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമല്ല. എനിക്ക് സ്നാക്സ് ആണ് ഇഷ്ടം. എനിക്ക് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തത് ഇപ്പൊ ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? അതെ, ഓക്കെ. ഇന്ന് നമ്മുടെ കുട്ടി എന്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാനും അടുത്താണ്. ഞങ്ങൾ ഒരേ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാ നിൽക്കുന്നത്. കണ്ടാണ് എന്റേത് മിക്സ് ആണ്. സ്റ്റോപ്പ്. ഓക്കെ, ഓഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. വോളിയം കൂട്ടി വെച്ചു. കുറെ നാളായില്ലേ ഓഡിയോ കേട്ടിട്ട്. ഞാനിങ്ങ എത്തിയത് കഴിഞ്ഞ ആഴ്ചയിലും ആളാം വീതം കുറെ കാശ് കൊണ്ട് കഴിവേറ്റതാ. എന്നിട്ട് മിനിയാൻ അവന്റെ അമ്മയുടെ മന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇത് ഏത് കഥാപാത്രം പറയുന്ന സംഭാഷണമാണ്? ചേരാടിക്കറിയ, കടപ്പുറം കരുണൻ, ക്ലെമന്റ് കാളിയാർ. ചേരാടിക്കറിയ നല്ല ഓപ്ഷൻ സി ക്ലെമന്റ് കാളിയാർ. ക്ലെമന്റ് കാളിയാർ ഒക്കെ നല്ല അടിപൊളി ഫിലിം ആയിരുന്നല്ലേ, അടിപൊളി ക്യാരക്ടർ. ചേരാടിക്കറിയായിരുന്നു. ചേരാടിക്കറിയ വിജയരാഘവൻ. എനിക്ക് ഓർമ്മയുണ്ട്. അത് ഏത് സിനിമയായിരുന്നു? ഏകലവ്യ. ക്യാരക്ടർ എനിക്ക് വിജയരാഘവൻ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്തോ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒന്ന് തെറ്റിപ്പോയി, കുഴപ്പമില്ല. നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ, നാളെ ഉണ്ട്. ഓക്കെ, അമ്മ അടുത്ത അന്വേഷണം പറയണേ. ആ അമ്മയുടെ അടുത്തുള്ള അന്വേഷണം കേട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, അതെന്തായാലും നമ്മുടെ ഡീഫോൾട്ട് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് കുറച്ച് മുമ്പ് പറയുന്നത്, ഈ കൽക്കിയുടെ എന്തോ ഒരു കാര്യം പറഞ്ഞോണ്ട് വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു വന്നപ്പോ ഇടക്കിടക്ക് എനിക്ക് എന്തോ ഒരു കൽക്കിയുടെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് പാർട്ടിലാണ് കൂടുതൽ അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫുൾ ഒരു ഔട്ട്ലൈൻ മാത്രമായിരിക്കും അവർ തരുന്നത്. പക്ഷെ അത്ര ഇപ്പം 3 ദിവസമായിട്ട് 3 ഇറങ്ങിയിട്ടുള്ളൂ. 3 ദിവസം അപ്പൊ തന്നെ 55 crores ആണ് സത്യമായിട്ട് അത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ്. ഈ വീക്കെൻഡിൽ എന്തായാലും പോയിട്ട് കാണണം. കാണാതിരുന്ന വലിയൊരു നഷ്ടമാണല്ലേ. അടുത്ത വീക്കെൻഡിന് മുന്നേ ഈ വീക്കെൻഡ് അവധിയില്ലേ ഇനി വരാൻ പോണേ? ഇതിപ്പോ ട്യൂസ്ഡേ ആയില്ലേ? അതെ, നെക്സ്റ്റ് തേഴ്സ്ഡേ പോയി കാണാലോ.
നീ പോയി കാണണേ. ഞാൻ എന്തായാലും കാണും. കാരണം അതിന്റെ ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് ഫുള്ള് എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് ആണെന്ന് എന്തായാലും അറിയാം. പക്ഷെ ആ ഒരു ഫുൾ ഇതുണ്ടല്ലോ, നമ്മളെ ഫുൾ പിടിച്ചിരുത്തുന്ന ഒരു ഫിലിമാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു ഒറ്റ ഫ്രെയിമിലല്ലേ. അതെ 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 സത്യം. പക്ഷെ എനിക്ക് എന്താണെന്ന് പറയുക, എനിക്ക് പ്രഭാസിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഭാസിൻ്റെ ഒരു സിനിമ തെലുങ്കില് ഒരെണ്ണം കണ്ടതാണ്, സിനിമയുടെ പേര് മറന്നുപോയി. അത് ഛത്രപതി. യെസ്, ഛത്രപതി എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവി. അത് കണ്ടിട്ട് തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. അതിൽ നിന്ന് എനിക്ക് ഞാൻ പ്രഭാസിന്റെ ഏതൊരു മിർച്ചി എന്നുള്ളൊരു മൂവി ഉണ്ട്, അനുഷ്ക. ഒരു ബൈക്കിലൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ പെർഫെക്റ്റ് ആണോ? അല്ല അല്ല ശരി, അതിൻ്റെ അങ്ങനെ അതിന്റെ പേര്. ഓക്കെ. അപ്പോൾ എനിക്ക് പ്രഭാസിന്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ആ സമയത്ത് കാണുന്നത്, ഞാൻ അവിടെ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാ സിനിമകളും ഓൾമോസ്റ്റ് കാണുന്ന ഒരാളായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറയണ വന്ന സിനിമകൾ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇവിടുത്തെ പൃഥ്വിരാജിനെ പോലെയൊക്കെയാണ് അവിടുത്തെ പ്രഭാസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളുടെ ബാക്കൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട ആ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ്. അതിനനുസരിച്ചുള്ള ഗാംബ്രം ഉണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ പ്രഭാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ കളർ എന്തെന്ന്, ബ്ലാക്ക്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? പിന്നെ വിശേഷമൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയേണ്ടത്, നമ്മളിപ്പോ എപ്പോഴും പറയുന്ന ഒരു യാത്രയുടെ കാര്യം നമ്മൾ പറയാറുണ്ട്. ഞാൻ അല്ലേ ആ ഒരു 1 year ആയിട്ടുള്ള ആ ഒരു മ്യൂസിക്കൽ ജേർണി എന്ന് തന്നെ പറയാം. നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. നമുക്ക് ഇത് ഹിറ്റ് മെലഡി ഡ്രീംസ് നമുക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നിതം കൺസൾട്ടൻസി ആണ്. സോ അവരുടെ ഈ ഒരു വണ്ടർഫുൾ തോട്ടാണ് നമുക്ക് 12 monthsലേക്ക് ഉള്ള ഒരു മ്യൂസിക് ജേർണി. അപ്പൊ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു മലയാളത്തിലോ തമിഴിലോ 2 ജോണേഴ്സിൽ പാടിയ പാട്ടുകൾ നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കരോക്കെയോ ഒന്നും ഇല്ലാതെ അത് പാടി അപ്ലോഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിലാക്കി അത് എങ്ങോട്ട് നമ്മൾ സെൻഡ് ചെയ്യണം? അതിന്റെ ലിങ്ക് hello@melodydreams.ae സെൻഡ് ചെയ്യാം. ഇത് നേരത്തെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നും കൂടെ എൻട്രീസ് ഇടുക. നമ്മളിപ്പോൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് മെയിൽ ഐ ഡി. അപ്പൊ hello@melodydreams.ae സെൻഡ് ചെയ്ത് ഇൻവൈറ്റീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കായിരിക്കും നെക്സ്റ്റ് സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ പാടാനുള്ള മെഗാ ഇവന്റ്. അതെ, ലാസ്റ്റ് മന്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പ്രശസ്ത പിന്നണി ഗായകൻ നമ്മുടെ അഫ്സലിക്കയുടെ ഒപ്പമായിരുന്നു പാടാനുള്ള ആ ഒരു അവസരവും നിമിഷം അവർക്ക് കിട്ടിയത്. അപ്പൊ ഇനിയും നിങ്ങൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു സിംഗറിനൊപ്പമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടാൻ പോകുന്നത്. എന്തായാലും കണ്ടോണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടല്ലേ വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗൗതം. ഗൗതം, എന്തുണ്ട് വിശേഷം? എന്ത് പറ്റി ഭയങ്കര സൈലന്റ് ആയിട്ട് പറയുന്നേ? തൊണ്ടയ്ക്ക് ചെറുതായിട്ട്. തൊണ്ടയ്ക്ക് ഇപ്പൊ ഒരുപാട് ത്രോട്ട് പെയിൻസും ഈ ഫീവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വൈറൽ ഫീവർ ഒക്കെ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്തോ സംതിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഡെങ്കു ഫീവർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, ഡെങ്കു ആന്നല്ല കേട്ടോ പറഞ്ഞു, ആകാതിരിക്കട്ടെ ഒരിക്കലും. എന്തെങ്കിലും ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. എന്നിട്ട് പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചോ? മെഡിസിൻ മേടിച്ചു. തൊണ്ടയിൽ ചെറുതായിട്ട് ഡ്രൈ. നല്ല ചൂടുവെള്ളമൊക്കെ കുടിക്കട്ടെ, തണുത്ത. ഇപ്പൊ എന്തായാലും നമ്മള് ചൂടൊക്കെ ആയതുകൊണ്ട് കൂടുതൽ എന്താ പറയാ, നല്ല ചൂടാണ് പുറത്ത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. അതെ, അപ്പൊ നമ്മൾ എന്തായാലും തണുത്ത വെള്ളമായിരിക്കും കുടിക്കുന്നത്. നമ്മളൊരു കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ തണുപ്പിച്ചായിരിക്കും എല്ലാം കുടിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് ദിവസം ഒന്ന് കെയർ ചെയ്യാം കേട്ടോ. ചൂടുവെള്ളം കുടിക്കണം. പിന്നല്ല, എങ്ങനെയാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ അതോ ഈ വീക്കാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? വെക്കേഷൻ 4th അല്ലേ? നമ്മുടെ ദുബായിലുള്ള സ്കൂൾസ് എല്ലാം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ്. എന്താണ് വെക്കേഷൻ പ്ലാൻ ഒക്കെ ഗൗതമിന്റെ? നാട്ടിൽ പോകുന്നില്ലേ? അടിച്ചു പൊളിക്കും. നാട്ടിൽ പോകുന്നുണ്ടോ? ബുക്ക് ചെയ്തില്ല. ലാസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. കുറച്ചുകൂടെ ടിക്കറ്റ് റേറ്റ് കുറഞ്ഞ. ടിക്കറ്റ് ഫെയർ ഒക്കെ ഇപ്പൊ പെട്ടെന്ന് ബുക്ക് ചെയ്താലോ കൂടുതലാണ്. കാരണം ഇത് നേരത്തെ എല്ലാവരും വെക്കേഷൻ പോകുന്നവരെല്ലാരും നേരത്തെ ബുക്ക് ചെയ്യുക. കാരണം അത്ര ഫെയർ അല്ലേ, ഈ സീസൺ വൈസ് അവർ കൂട്ടിക്കൊണ്ടിരിക്കുമല്ലോ. എന്നിട്ട് സമ്മർ ക്യാമ്പ് എന്തെങ്കിലും ഒക്കെ പ്ലാൻ ഉണ്ടോ? സമ്മർ ക്യാമ്പ് കളിക്കാൻ പോണം. ആണല്ലേ? എന്താണ് ഇഷ്ടം? അതായത് ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ അതിൽ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് ആക്ടിവിറ്റീസില്? ക്രിക്കറ്റ് തന്നെ. അത് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോവോ? ഏതിലാണ്? സ്കൂൾ ടീമിലുണ്ടോ? ഗൗതം അല്ലേ ഇടയ്ക്ക് എപ്പോഴോ പോയി മാച്ച് വിൻ ചെയ്താരൊക്കെ പറഞ്ഞത്? അതാണ്. ഗൗതം ഏത് ക്ലാസ്സിലാ പഠിക്കണം ആക്ച്വലി? 10th. ഓക്കെ ഓക്കെ, നമ്മള് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ 2 months വെക്കേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അധികം സംസാരിക്കാൻ വയ്യാൻ തോന്നുന്നു. നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? എടുത്തോ.
പോകുമ്പോ ഓക്കെ അതെ അതെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല, സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട്. അതും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ? പാട്ടോ? കുഴപ്പമില്ലാന്ന് പറയുമ്പോ ഒരു പാട്ടൊക്കെ പാടും. സിറ്റുവേഷൻ മനസ്സിലാക്കി ഞങ്ങൾ ചോദിച്ചാണ് ഒരു പാട്ട് പാടാം. അയ്യോ തൊണ്ടായി. ഞാൻ അടുത്ത ദിവസം പാടാം. തൊണ്ടയൊക്കെ ശരിയായി. കൊള്ളാം. അനിയൻ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആളെ സ്റ്റാർട്ട് ആക്കിക്കോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ജിക്കെയാണ്. ആർക്കും ജിക്ക് കിട്ടുന്നില്ല എന്ന് പറയാൻ പരാതിയായിരുന്നു. അപ്പൊ കിട്ടി. ജിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പൊ ഈ വെക്കേഷന് പഠിത്തമൊക്കെ ഉണ്ടോ? താങ്ങാൻ പറ്റാത്ത ഒന്നാണ് ഈ ക്ലാസ്സിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ട്യൂഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, ഇ. ഡി, സി, ഇ ഇതിലേതാണ് കാൽസിഫെറോൾ? എളുപ്പമാണ്. നമ്മൾ യൂഷ്വലി കുറവാണെന്ന് പറയുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് പറയണേ, അല്ലെങ്കിൽ അവിടെ കാണിച്ചു കൂടുതൽ കൊടുക്കുന്നതാണ് നമുക്ക്. ഇത്രയും വലിയൊരു ക്ലൂ ഒക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് പറയേ. സൂചി എന്നെ കൂടെ തല്ലും തോന്നുന്നു. അയ്യോ എനിക്ക് വയ്യ. പോയോ ഗൗതം? നമുക്കൊന്ന് കണക്ഷൻ ലോസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഗൗതം ഏതാ പറഞ്ഞ? നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. എന്തായാലും വിറ്റമിൻ ഡി ആയിരുന്നു. കുഴപ്പമില്ല, അത് കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം ഗൗതം. നമ്മൾ ഒന്നുകൂടെ വിളിക്കാം കേട്ടോ. അപ്പൊ അത് കേൾക്കാതെ പെട്ടെന്ന് വെച്ചിട്ട് പോകരുത് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ പുതിയതായിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരില്ലേ, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഷോ കാണാറുണ്ടോ, നമ്മുടെ ഷോ എങ്ങനെയുണ്ട്, കളിക്കുന്നതെന്നൊക്കെ അറിയാവുന്നു. അപ്പൊ നമുക്കത് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവരോട് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഷോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. നമ്മൾ 3 in 1 ആണ്, അതായത് 3 questions in 1 minute. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ 20 seconds ഈച്ച് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 20 അങ്ങനെ നമ്മള് 60 സെക്കൻഡ്സിനുള്ളിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ അടുത്തൊരു ആള് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ കറങ്ങും, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവും. അപ്പൊ അതിലേതാണ് ഓപ്ഷൻ വന്നേക്കുന്നത് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിന് വേണ്ടി വീണ്ടും ആളെ ഇങ്ങനെ കറക്കുക. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കിയാൽ നമ്മുടെ കയ്യിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക്. ഈ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഇനി 800 825 വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യണം നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അതിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഗിഫ്റ്റ് നമ്മൾ ഒന്നിൽ കൂടുതൽ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുന്നത്. അതെ, ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം ഷോ. അതെ, അതുപോലെ തന്നെ നമ്മുടെ അതിനകത്ത് ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ അതും പറയാറുണ്ട്, ഇടയ്ക്ക് മ്യൂസിക്കും ഉണ്ട്, നമ്മുടെ ഓഡിയോയും ഉണ്ട്. അത് നിങ്ങൾ ടി വിയിലായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ പെട്ടെന്ന് ടി വിയിൽ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ലാഗ് അനുഭവപ്പെടും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോകുന്നതും കട്ടായി പോകുന്നതും ഒക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മാനങ്ങളെ മാത്രം. അതെ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? എടുക്കണ്ടേ? ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? Welcome back to 3 in 1 in association with Time Express Cargo and gift sponsored by Dubai Crocodile Park, Calicut Junction and Green Olive Salon and the special gift hamper from Ujala. ഇതിനിങ്ങനെ കൈ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേട്. ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ഉജാല പറയുമ്പോൾ കാണാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഷോയുടെ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കൊരു കോളർ ഉണ്ട് അല്ലേ? ഓക്കെ, ഹലോ 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. അത് പറയണം. വെൽക്കം ടു 3 in 1. താങ്ക് യു. ഇത് ആരാണ്? പ്രണവൻ പുണ്യ. ആരാണ്? പ്രണവൻ പുണ്യ. ഓ മനസ്സിലായി. നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മയുടെ പേരെന്തായിരുന്നു? ഇന്ദു. നമ്മുടെ പ്രേംചന്ദ്. അതെ, ഷാജിൽ നിന്ന് പ്രേമത്തോട് വിളിക്കുന്ന പ്രേമേട്ടൻ. യെസ്, മറക്കൂല. പ്രണവൻ പുണ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷാണോ? ഏത് ക്ലാസ്സിലാ? പുണ്യ ഗ്രേഡ് 1. പ്രണവ് 7th ഗ്രേഡ്. 7th ഗ്രേഡില്. പ്രണവല്ലേ സംസാരിക്കുന്നത്? അല്ല, അത് പറഞ്ഞു പ്രണവ് ഞാനെന്ന് പറയില്ലേ? ഓക്കെ, നല്ല സംസാരമായിട്ട്. പാട്ട് പാടുവോ രണ്ടുപേരോ?
രണ്ടുപേരും കൂടെ ചേർന്നിട്ടൊരു പാട്ട് പാടുവോ? പഠിക്കൂ. പഠിക്കോ, ഏതാന്ന് വെച്ചാ പഠിക്കൂ. There is wonder in most everything I see. Not a cloud in the sky, got a sun in my eyes, and I won't be surprised if it's a dream. Something in the wind has learned my name, and it's telling me that things are not the same. In the leaves of the trees and the touch of the breeze, there is pleasing sense of happiness for me. I'm on the top of the world looking down on creation, and the only explanation I can find is the love that I found every single pin around. You love put me at the top of the world. പുണ്ണിക്കുട്ടി, ഇത് ആര് റൈംസ് പഠിപ്പിച്ചു തന്നെ? എനിക്ക് ആ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ് മനസ്സിലായി. എനിക്ക് ചിലതൊക്കെ മനസ്സിലായി. അതല്ല, ഇത്രയൊക്കെ ഓർത്തിരിക്കും. ആര് റൈംസ് ഈ റൈംസ് പഠിപ്പിച്ചു തന്നെ പുണ്ണിക്കുട്ടി? ഇത് റൈംസ് ആണോ സോങ് ആണോ? Music sir. മ്യൂസിക് സാർ പഠിപ്പിച്ചു തന്നാണോ? ഓക്കെ. കണ്ടോ, ഇത്ര നല്ല പഠിക്കുന്ന കുട്ടിയാന്ന്. നന്നായിട്ട് അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചു. അതിനൊരു ക്ലാപ്പ് കേട്ടോ. ഇഷ്ടമാണോ മ്യൂസിക്? പഠിക്കുന്നുണ്ടോ പാട്ടല്ലാണ്ട് മ്യൂസിക് സാറിന്റെ അടുത്തല്ലാതെ? ഇല്ല, ചേട്ടൻ പറ്റുണ്ട്. ചേട്ടൻ പഠിക്കുന്നുണ്ട്, സൈഡിൽ കൂടെ ഞാനും കേട്ട് പഠിക്കുന്നുണ്ടല്ലേ? ആ, അടിപൊളി. ചേട്ടൻ പാടി തരുമോ ഞങ്ങക്ക്? ഒരു മലയാള സോങ് പാടി തരുമോ പ്രണവ് ചേട്ടാ? പാട്ട് പഠിക്കുന്ന ചേട്ടൻ, പാട്ടുകാരൻ ചേട്ടാ. ചേട്ടൻ എന്താ ക്ലാസിക്കലാണോ പഠിക്കുന്നേ? കർണാടക സംഗീതം. ഓക്കെ, നമുക്ക് കുറച്ച് നേരത്തേക്ക് കർണാടക സംഗീതം ആസ്വദിക്കാം. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ ചേട്ടൻ ഞങ്ങൾക്ക് പാടി തരിക മാത്രല്ല, അമ്മയോട് പറയണേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് മെലഡി ഡ്രീംസ് എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറയണം കേട്ടോ. കേട്ടോ, പറയണം അമ്മയോട്. ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ, ഏജ് ലിമിറ്റ് ഇല്ല. മോനാണേലും പങ്കെടുക്കാം. മലയാളത്തിലും തമിഴിലും ഓരോ പാട്ട് പാടിയിട്ട് അമ്മയോട് പറയണം. അത് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് അതിന്റെ ലിങ്ക് hello@melodydreams.a സെൻഡ് ചെയ്ത് കൊടുക്കാൻ. കേട്ടോ, മറക്കല്ല കേട്ടോ. അമ്മ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രണവിന്റെ പാട്ടെടുത്തിട്ട് നമുക്ക് കരോക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ അയച്ചാൽ ചിലപ്പോ നമ്മുടെ പ്രണവിന് കിട്ടിയാലോ. പിന്നല്ല. ആ, അത് തന്നെ. അപ്പൊ ഒരു പാട്ടിലേക്ക് പോവാം. പാടിക്കൂ. ഏത് പാട്ടാന്നൊക്കെ അവിടെ പ്രേംചേട്ടൻ ചോദിക്കുന്നത്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. Saravenu Gobala Rajita Sadguna Jayashila Sara Sakshane Rameni Maru Bada Kurvalera Saravenu Gobala Rajita Sadguna Jayashila Nanda Gobala Nindu Bojala Ninindurara Sadamana Madidu Mudamalaragana Keturuga Kadiyarara Ravenu Gopamala Rajita Sadguna Jayashila. അടിപൊളി. കഴിഞ്ഞില്ലേ? മോനെ കൺഫേം ആയിട്ട് ഇതിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇന്ദു കാണുന്നുണ്ടെങ്കിലും പ്രേംചേട്ടൻ കാണുന്നുണ്ട്, മോൻ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെയാണ് ഇതേപോലെ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ കേട്ടോ. നല്ല പാടുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നേ? പാട്ട് പഠിക്കുന്നതാണോ? രമ്യ കൃഷ്ണ മ്യൂസിക് കൺസൾട്ടൻസി. ധന്യ കൃഷ്ണ മ്യൂസിക് കൺസൾട്ടൻസി. ഓക്കെ, മനസ്സിലായി. അവിടെ നിന്ന് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ഛൻ അപ്പൊ കൺഫേം ആയിട്ട് നമുക്ക് പറഞ്ഞതിലേക്ക് അയക്കണം. നമ്മൾ വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോൻ അത് കിട്ടട്ടെ. ഡീറ്റെയിൽസ് എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം. അതെ. അപ്പൊ എന്താ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? വെക്കേഷൻ 5-ാം തീയതി. എന്തെന്താ പുണ്ണിക്ക് എന്താ പറയണ്ടേ? 3 ദിവസം കൂടി. 1 2 3 days to go. അല്ലേ? രണ്ടുപേരും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. മറ്റേ ആൾ നല്ല സ്വീറ്റ് വോയിസ്, മറ്റേ നല്ല
സ്വീറ്റ്. അടിപൊളി. എന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുവോ? ഇല്ല, ചില സമയത്ത്. പുണ്ണിക്കുട്ടി ചേട്ടൻ വഴക്കുണ്ടാകോ? ഞങ്ങക്ക് പുണ്യോട് ചോദിക്കട്ടെ, ചേട്ടൻ വഴക്കുണ്ടാകോ പുണ്ണിക്കുട്ടി? ചില സമയത്ത്. ആ, രണ്ടുപേരും കൂടെ എന്താ പരിപാടി? വെക്കേഷൻ ഒക്കെ ആയി കഴിയുമ്പോ എന്താ അടി പരിപാടി കൊടുക്കോ? ഉള്ളത്? ഇടിയൊക്കെ കൊടുക്കോ? ഇല്ല. ഇല്ല, ഇടിയൊന്നും കിട്ടാറില്ല. പിന്നെ ശരിക്കും എന്താ ചെയ്യുന്നത് നിങ്ങൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പം? യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? കളിക്കും. കളിക്കും. ആണോ? യൂട്യൂബ് ചാനലുണ്ടോ? യൂട്യൂബ് ചാനല് ആ, എന്താണത്? പേരെന്താണ്? പ്രഥമ പുണ്യം കോമൺ ചാനലോ. എന്താന്ന്? പ്രണവ് പുണ്യ. പ്രണവം പുണ്യം, അത്രേ ഉള്ളൂ. പ്രണവാൻ പുണ്യോ? അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിക്കാട്ടോ. അടിപൊളി. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നെന്നുള്ളത് നമുക്കും കാണാം. നമ്മളൊന്ന് നോക്കട്ടെ. ഏ ഏ താങ്ക് യു. താങ്ക് യു പറഞ്ഞോണ്ട് വേറെ എന്തോ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുവായിരുന്നു കേട്ടോ. അതെ, ഞാൻ വെച്ച് പുണ്ണിക്കുട്ടി എന്തായാലും ഒരു സ്വീറ്റ് ഫാമിലിയാണ് നിങ്ങൾ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫാമിലിയാണ് കേട്ടോ. അച്ഛനും അമ്മയും ഭയങ്കര സ്വീറ്റ് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അതെ അതെ, സത്യമായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? സ്റ്റാർട്ടും സ്റ്റോപ്പും പറയണേ കറക്റ്റ് ആയിട്ടെ. സ്റ്റാർട്ട്. സ്റ്റോപ്പ് ആണ് അവിടെ പറഞ്ഞത്, ഒരു സംശയമുണ്ട്. റോക്കറ്റ് വിട്ടവരാണല്ലോ പോകുന്നത്. സ്റ്റോപ്പ് പറയണേ. സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റോപ്പ് പറയാം. പൊളിറ്റിക്സ് ആണ്. അച്ഛനും അമ്മയും അടുത്തുണ്ടല്ലോ അല്ലേ? ഓക്കെ, അച്ഛനോട് ശ്രദ്ധിച്ച് കേട്ടോളാൻ പറ, അല്ലെങ്കിൽ ടിവിയിൽ ശ്രദ്ധിച്ചോളാൻ പറ. ഓടി വിളിക്കുക അച്ഛനെ. ഇതൊന്ന് കേട്ടിട്ട് പറയണേ. ഓക്കെ, 2024 ജ്യോതിരാദിത്യ സിന്ധ്യ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? സാഗർ, ഗ്വാളിയർ, ഗുണ. ജ്യോതിരാദിത്യ സിന്ധ്യ. യെസ്. ഏത് നിയോജക മണ്ഡലത്തിൽ? നിന്നാണ് 2024 എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ. 2024 പെട്ടെന്ന് കിട്ടും. 2024 ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന ആള് ഏത് ജ്യോതിരാദിത്യ സിന്ധ്യ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? സാഗർ, ഗ്വാളിയർ, ഗുണ. പെട്ടെന്ന് പറയൂ. അച്ഛനോട് പെട്ടെന്ന് പറയാൻ പറ. പോവല്ലേ? ഗുണ. ഗുണ. നമുക്ക് എന്തായാലും ഗുണ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അടിപൊളി. അപ്പൊ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടേ. അച്ഛനോട് പെട്ടെന്ന് തരാൻ പറയണം കേട്ടോ ആൻസേഴ്സ്. പറയുന്നുണ്ട്. വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട് പറയ്. സ്റ്റാർട്ട്. നമ്മള് ടെൻഷൻ അടിപ്പിക്കാം. ഞാൻ സൂചി പോവാ. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞോളൂ മക്കളെ. സ്റ്റോപ്പ്. ഇമേജിൽ വന്നിട്ടുണ്ട്. ടിവി ഉണ്ടോ? ടിവി കാണുന്നുണ്ടോ അവിടെ? ടിവി കാണുന്നുണ്ടോ? കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയോ? ബിക്കോസ് നിങ്ങൾ ടിവി കാണുന്നില്ലാത്തതുകൊണ്ട്. സ്റ്റോപ്പ്. ഓക്കെ, പുണ്യ അത് കഴിഞ്ഞ് ഏറ്റവും GK. അപ്പൊ GK എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. അച്ഛനെ വിളിച്ച് അടുത്തിരുത്തിക്കോ. അച്ഛന് ബുദ്ധി ഉണ്ടോന്ന് ഇപ്പൊ അറിയാം. അത്രയും വേണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി. ബോക്സിംഗ് ഇതെനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി. ഫസ്റ്റ് ബോക്സിംഗ് അക്കാദമി. പെട്ടെന്ന് പറയേ, ടൈം ഔട്ട് ആവും. കൊല്ലം, പെട്ടെന്ന് കൊച്ചി. ഓക്കെ, കൊച്ചി ലോക്ക് ചെയ്യുവാണേ. ഓക്കെ, ഞാൻ അപ്പഴേ വിചാരിച്ചു കൊല്ലമായിരുന്നു. കുഴപ്പമില്ല, വീണ്ടും എടുത്തിട്ട് പ്രേം ചേട്ടനെ വിളിക്കാലോ. അതെ, അച്ഛനെ കൈ കൊടുത്തിട്ട് വേഗം വിളിക്കാൻ പറ. നമുക്ക് ദുബായ് ക്രോക്കഡൈൽ നിങ്ങൾക്ക് സമ്മാനം തരാതെ നമുക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ സമ്മാനം അടിക്കണം. നമുക്ക് വെക്കേഷൻ ആയി കഴിയുമ്പോ ക്രോക്കഡൈൽ പാർക്ക് ഒക്കെ പോകാനുള്ളതാണ്. അതെ. ഓക്കെ, അപ്പൊ വേഗം വിളിക്കാൻ പറയണേ. ഓക്കെ, ബൈ. അടിപൊളി, സൂപ്പർ.
നല്ലൊരു ഫാമിലിയാണല്ലേ, ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ പാടാൻ അവസരം ഉള്ളവരോ, പാടാൻ കഴിവുള്ളവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും പറയുക, നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ് നിതം കൺസൾട്ടൻസി നമുക്കായി ഒരുക്കി തരുന്ന ഹിറ്റ് മെലഡി ഡ്രീംസിലേക്ക് എൻട്രീസ് അയക്കാൻ. ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട റീനു? നമ്മളൊരു മലയാളത്തിലോ തെലുങ്കിലോ പറഞ്ഞോളൂ, മലയാളത്തിലോ തമിഴിലോ നിങ്ങൾ പാടുന്ന 2 ഡിഫറെന്റ് ജോണേഴ്സിൽ നിങ്ങൾ പാടുന്ന സോങ്ങിന്റെ വിത്തൗട്ട് എനി കരോക്കെ സൗണ്ട് ട്രാക്സ് ഒന്നുമില്ലാതെ നിങ്ങളുടെ സൗണ്ട് മാത്രമായിരിക്കണം. ഇത് പാടി റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് നിങ്ങൾ hello@melodydreams.a സെൻഡ് ചെയ്യുക. അപ്പൊ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കായിരിക്കും ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ മെഗാ ഇവന്റിൽ ഒരു സെലിബ്രിറ്റി സിംഗറിന്റെ പാടാനുള്ള അവസരം. ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ മോനോടും പറഞ്ഞത്. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ പറയണത് നമ്മുടെ പ്രണവ് മോനും പുണ്യമോൾക്കും ആ ഒരു ഫാമിലിക്കാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അതെ, ഓക്കെ. ഹലോ 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 ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു 3 in 1. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ്? ഞാൻ പ്രേമാണ്. പറയൂ, എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? നല്ല വിശേഷം. അല്ലെങ്കിൽ ഈ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വീക്കെൻഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. പുറത്തൊക്കെ പോയോ? പ്രണവിന്റെ ഫാദറാ, മനസ്സിലായോ? തീരെ പരിചയമില്ലാത്തതുപോലെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആ വിശേഷം ചോദിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ കേട്ടല്ലോ. ഞങ്ങളിപ്പോ വീണ്ടും നമ്മുടെ ആ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോനെ പറ്റി പറഞ്ഞത് മോന് വേണ്ടിട്ട് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പാടുന്നു. എന്തായാലും അതിലേക്ക് മത്സരിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം, അയച്ചു കൊടുക്കണേ. താല്പര്യം വേണ്ടേ അയക്കാൻ? അതെന്താ, നിങ്ങൾ അയക്കണം. അതെ, കിട്ടിക്കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ട് അയക്കണം. എന്താ അറിയോ, ചിലപ്പോ കുട്ടികൾക്കുണ്ടല്ലോ ഇതിനൊന്നും വലിയ സീരിയസ്നെസ് ഉണ്ടാവില്ല. അതെ, അവർക്ക് ഈ ഒരു ഏജിൽ അത്ര റിയലൈസ് ചെയ്തില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വിചാരിക്കും ഓക്കെ എനിക്ക് ഇങ്ങനെ കുറെ അവസരങ്ങൾ നഷ്ടമായി. അപ്പൊ നിങ്ങൾ പേരൻസ് ആണ് മുന്നിൽ നിന്നിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത്, വേണ്ടേ? hello@melodydreams.a ഞങ്ങൾ ഇടയ്ക്ക് സ്ക്രീനിൽ കാണിക്കാം. ഒന്നും കൂടെ ലാസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോ ഓക്കെ ഇപ്പോഴും നമ്മൾ കാണിക്കുന്നുണ്ട്, നോട്ട് ചെയ്തോളൂ. അത് കുഴപ്പമില്ല. നമുക്ക് FB ലൈവ് പോകുന്നുണ്ട് ഇപ്പൊ നോക്കിയാലും, അതിനുശേഷം UBL TVയുടെ ലൈവ് നോക്കിയാൽ മതി. UBL HDയിൽ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ലൈവ് ഉണ്ട് കേട്ടോ. അതല്ലെങ്കിലും hello@melodydreams, അതായത് DREAMZ ആണ്, S അല്ല Z ആണ്. എന്തായാലും സെൻഡ് ചെയ്യണം കേട്ടോ. ഞങ്ങള് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യും. കാരണം ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ ഞാൻ പങ്കെടുക്കുമെന്ന് പറയാൻ വേണ്ടിട്ട് എല്ലാവരും ചിലപ്പോൾ പറഞ്ഞൊന്നുമല്ല. അപ്പൊ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രണവിന്റെ പേര് അതിൽ ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും. അതെ, ഓക്കെ. നിങ്ങളുടെ ആരുടെ കഴിവാണ് കിട്ടിയേക്കുന്നത്? സത്യം പറ. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്. എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാട്ട് പഠിപ്പിക്കും. അല്ല, ഞാൻ അമ്മ പാടാറുണ്ട്. അമ്മയാണ് താല്പര്യം എടുത്ത് ചെയ്തത്. പാടിയത് എന്തോ അമ്മ പാടാറുണ്ടെന്ന് നല്ലപോലെ. ആണോ? അച്ഛൻ പാടാറില്ല? ഇല്ല, അച്ഛൻ അധികം പാടാറില്ല, വല്ലപ്പോഴും പാടാറുണ്ട്. പക്ഷെ പാടാറുണ്ട് അല്ലേ? അവര് മാത്രമേ, പുണ്ണിക്കുട്ടിയും പ്രണവമോനൊക്കെ മാത്രം കേൾക്കുന്ന പോലെ അച്ഛൻ പാടാറുള്ളൂ അല്ലേ? അച്ഛൻ ഇന്ന് ഭയങ്കര സൈലന്റ് ആണല്ലോ. അച്ഛൻ ഇന്ന് ഇച്ചിരി സൗണ്ട് റേസ് ആയി, ഇന്ന് ക്ലിയർ ആയി സൗണ്ട്. എന്താണ് എന്നിട്ട് വിശേഷങ്ങള്? വീക്കെൻഡ് ഒക്കെ പുറത്ത് കൊണ്ടുപോയോ അവരെ? അതെ, അല്ല ഈവനിങ് ടൈമില് വീക്കെൻഡിലൊക്കെ പോയായിരുന്നോ? വീക്കെൻഡില് എവിടെയാണ് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങള്? സ്ഥിരമായിട്ട് പോകുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? ഫുഡ് അടിക്കാനോ, നമ്മള് റെസ്റ്റോറന്റിലേക്ക് പോണല്ലേ? ഇവർക്ക് ഷോപ്പിംഗ് മോളിൽ പോവാനോ? ഓക്കെ. പിന്നെ എന്താ പറയുന്നത്? ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആരാ ഇപ്പൊ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ? കോണ്ടന്റ്സ് ഒക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അച്ഛനാണോ ക്യാമറാമാൻ? എനിക്ക് വയ്യ, അച്ഛനിട്ട് മൊത്തത്തിലുള്ള പണിയൊന്നും. ആ പുണ്ണിക്കുട്ടീനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് തരുമോ? എനിക്ക് ഇഷ്ടമായി സംസാരം. അതെ, അല്ല ഇന്നിപ്പോ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അടുത്ത ഇതിൽ വരണം. ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ്. ക്രോക്കഡിൽ പാർക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നോ? എന്തോ ക്രോക്കഡിൽ പാർക്കിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ഗിഫ്റ്റ്? ക്രോക്കഡൈൽ പാർക്കിന്റെ എന്തോ ഒരെണ്ണം വന്നിട്ടുണ്ട്. എന്നിട്ട് പോയില്ലേ ഇതുവരെ?
പോയില്ല. അവിടുന്ന് വിളിക്കണല്ലോ അപ്പൊ അവരെ വിളിച്ചിട്ട് എന്തായാലും ഒന്ന് കൺഫേം ചെയ്യും. വെക്കേഷൻ ടൈമിൽ എന്തായാലും കൊണ്ടുപോകണം. ആ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പോകാം. ഓക്കെ. സ്റ്റാർട്ടും സ്റ്റോപ്പും പറയാം. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഓഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. ഓഡിയോ. ഓക്കെ, യെസ്, ഓഡിയോ ആണ് കേട്ടോ. ഓഡിയോ എനിക്കൊന്ന് ഫോണിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. ഒന്നും കൂടെ പറയുമോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്? സ്റ്റാർട്ട്. നിങ്ങൾ ടി വി കാണുന്നില്ലാത്തോണ്ടാണ് കേട്ടോ. Stop. സ്റ്റോപ്പ്. മോൾ അടങ്ങിയില്ലേ? GK. പുണ്യക്കുട്ടി. അടിപൊളി. സുന്ദരിക്കുട്ടിയായിട്ട് അവിടെ ഇരിക്കട്ടോ. നമുക്ക് GK ന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അച്ഛനോട്. അച്ഛന് GK എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ചോദിച്ചോ? ആ, നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ കടുവ സെൻസസ് നടന്നത് ഏത് വർഷമായിരുന്നു? 1970, 1975, 1972. 70, 72, 75. അതെ അതെ അതെ. ഫസ്റ്റ് സെൻസസ്. ഫസ്റ്റ് സെൻസസ്. കടുവ സെൻസസ്. അവർക്ക് ഇങ്ങനെ ഓർമ്മിച്ചേക്കാനോ? ഒന്ന് കറക്കി കുത്തിക്കോ, അറിയത്തില്ലെങ്കിൽ 72. നമുക്ക് നോക്കാം. നോക്കാം. ഇതെനിക്ക് ടാക്ടിക്കൽ മൂവ് ആയിട്ട് മനസ്സിലായി. എന്തായാലും correct ആണ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്, എനിക്ക് മനസ്സിലായി. 70യും 72യും 75യും പറഞ്ഞപ്പോ അതിന്റെ ഇടയിലുള്ള സാധനമല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. നമ്മുടെ വീല് കറങ്ങി തുടങ്ങി. പുണ്ണിക്കുട്ടിക്ക് കിട്ടണേ. സ്റ്റോപ്പ്. ഓക്കെ, മൂവീസ്. മൂവീസ് ആണ്. നമ്മുടെ കൽക്കി കണ്ടോ? ഇല്ല. കാണണ്ടേ? TV ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. മൂവീസ്. അപ്പം അടുത്ത കാറ്റഗറി വന്നേക്കുന്ന മൂവീസ് ആണ്. ഞങ്ങൾ മൂവീസിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനും ചോദിക്കട്ടെ. നാസയിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ ആദ്യമായി അവസരം ലഭിച്ച ഇന്ത്യൻ സംവിധായകൻ ആരാണ്? സംവിധായകനോ? അതെ, സംവിധായകൻ. അശുതോഷ് ഗൗരിക്കർ, R മാധവൻ, ജഗൻ ശക്തി. ഇന്ത്യൻ സംവിധായകനാണ് നാസയില് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചത്. ഈ അടുത്ത കാലത്തും കൂടെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. യെസ്. അശുതോഷ് ഗൗരിക്കർ, R മാധവൻ, ജഗൻ ശക്തി. പെട്ടെന്ന് അറിയുന്നതല്ല. എന്തായാലും ഒന്ന് കറക്കി കുത്തി നോക്ക്, കിട്ടും, നമുക്ക് നോക്കാം. ഷാറൂഖ് ഖാന്റെ സിനിമ എടുത്ത ആളാണ്. അതല്ലേ? ഞങ്ങക്ക് ക്ലൂ പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞല്ലോ. അതാണല്ലേ? അങ്ങനെയാണല്ലേ? യെസ്. കറക്കി കുത്ത്. പെട്ടെന്ന് പറ, ടൈം ഔട്ട് ആയി തരാൻ പറ്റില്ല. അശുതോഷ്. അശുതോഷ്. അബൂബക്കർ. അടിപൊളി. സ്വദേശം. യെസ്. പടം എനിക്കറിയാം, പക്ഷെ ആളെ സംവിധാനം അറിയത്തില്ല. റീനു പറയും. റീനു ഇതൊക്കെ കേട്ടാണ് ന്യൂസ് എല്ലാം. അത് ഈ പേര് എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിലിങ്ങനെ കുത്തിക്ക. നമ്മുടെ ലഗാൻ സിനിമയുടെ ഡയറക്ടറാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഞങ്ങളും ഇവിടെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, പറഞ്ഞു. സ്റ്റാർട്ട്. എനർജി പറയുന്നത്. പുണ്ടിക്കിട്ടി. സ്റ്റോപ്പ്. ഇമേജ്. ഒന്നുകൂടെ പറയാവോ? സ്റ്റാർട്ട്. സ്റ്റോപ്പ്. അത് കറങ്ങട്ടെ. പൊളിറ്റിക്സ്. എന്തോ? പൊളിറ്റിക്സ്. അയ്യോ, കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ എടുത്തില്ലേ. ഇതും ഒന്നും കൂടെ കഴിഞ്ഞാൽ തീർന്നല്ലോ. അതെ, നമുക്ക് നോക്കാം. ശരിട്ടെ. 2024 മധ്യപ്രദേശിലെ സിദ്ധി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച NDA സ്ഥാനാർത്ഥി ആര്? രാജേഷ് മിശ്ര, ജനാർദ്ദൻ മിശ്ര, ഗണേഷ് സിംഗ്. മധ്യപ്രദേശില് സിദ്ധി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച NDA സ്ഥാനാർത്ഥി രാജേഷ് മിശ്ര, ജനാർദ്ദൻ മിശ്ര, ഗണേഷ് സിംഗ്. അറിയില്ലെങ്കിൽ കറക്കി കുത്തിക്കോ. ഒറ്റയടിക്ക് കറക്കി കുത്തിയതാണ്, മനസ്സിലായി. രാജേഷ് മിശ്രയായിരുന്നു. ഇത് കേരളത്തിലെല്ലാം ചോദിച്ചെങ്കിൽ എന്തെങ്കിലും പറയും. മധ്യപ്രദേശില് നമുക്ക് കുഴപ്പമില്ല. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സിംഗ് പഠിക്കണ്ടായിരുന്നു. അതെ. അതെ, എന്തായാലും കുഴപ്പമില്ല. വീണ്ടും വിളിക്കണം. ഇനി ഇന്ദുവിനെ വിളിക്കാം കേട്ടോ. അതെ,
ഇന്ദുവിനും ഇന്ദു ഇല്ല. ഇന്ദു ഇല്ല തോന്നല്ലേ, അതാണ് sound ഒന്നും കേൾക്കാത്തത്. സത്യം. ഓക്കെ, പുറത്തു പോയോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ദുവിന്റെ അടുത്ത് അന്വേഷണം പറഞ്ഞാൽ മതി. നാളെ നമ്മളുണ്ട് 7:30 to 8:30. അപ്പൊ എന്തായാലും വിളിക്കാം കേട്ടോ. ശരി, ഓക്കെ, ബൈ ബൈ. പുണ്യക്കുട്ടി ബൈ. ബൈ ബൈ. ബൈ. ചെറിയ കുട്ടികളുടെ വോയിസ് കേൾക്കും ഒരു പ്രത്യേക സുഖാണല്ലേ. അതും പ്രത്യേകിച്ച് ലാസ്റ്റ് ഇതിൽ പോയപ്പോഴത്തേക്ക് ആൾക്കും ചെറിയൊരു സത്യം, ആളിങ്ങനെ എനിക്ക് തോന്നുന്നു ഫോണിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ നല്ല രസം. നമ്മുടെയൊക്കെ കുട്ടികളെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു അവരുടെ പണ്ടത്തെ ശബ്ദമൊക്കെ ഉണ്ടോ, ചെറുപ്പത്തിലെ ശബ്ദമൊക്കെ, അതിങ്ങനെ നമുക്ക് റിസംബിൾ ചെയ്യും. അപ്പൊ എന്താ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കണോ? കുറച്ച് മുമ്പ് സുജിക്കുന്ന ഒരു ബ്രേക്ക് വേണം. ഇല്ല, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ബ്രേക്ക് പോലും തരില്ല. എന്തൊരു സാധനമാണെന്ന് നോക്കിക്കേ, കൊട്ടേഷൻ കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഈ ഒരു മാസമായിട്ട് നമുക്കൊരു വലിയ സന്തോഷത്തിലൂടെ ഒരു യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, അതാണ് നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ഒരു UAE അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടാതെ, നമ്മൾ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇത് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോ 12 മാസക്കാലമായിരിക്കും തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം നമ്മൾ കഴിഞ്ഞു, 5 സിംഗേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തു. അതൊരു സെലിബ്രിറ്റി സിംഗറിനൊപ്പം ആയിരിക്കും നിങ്ങൾക്ക് പാടാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ, നിങ്ങൾ 2 ഡിഫറെന്റ് ജോണേഴ്സിലുണ്ട് നിങ്ങളുടെ പാട്ട്. അതായത് മലയാളത്തിലും തമിഴിലും 2 ഡിഫറെന്റ് സ്റ്റൈലിൽ നിങ്ങൾ പാടുക. കരോക്കെയോ സൗണ്ട് ട്രാക്സോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ശബ്ദത്തിൽ മാത്രം പാടി റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ലിങ്ക് hello@melodydreams.a സെൻഡ് ചെയ്യാം. അപ്പൊ ഇത് കാണുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മെയിൽ ID കിട്ടുന്നുണ്ടാവും. ഡ്രീംസ് DREAMZ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് സെൻഡ് ചെയ്യുക. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്കായിരിക്കും ആ നെക്സ്റ്റ് മന്തിലേക്കുള്ള ഇവന്റിൽ വെച്ചിട്ട് ഒരു സെലിബ്രിറ്റി സിംഗറിനൊപ്പം പാടാനുള്ള അവസരം. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും ഒരുപാട്. അതെ അതെ. റിനു, അപ്പൊ എന്താ അറിയോ, നമ്മള് ഈ ഒരു 6 months ഇവിടെ ഈ 2024 കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ UAE ഇപ്പൊ UAE ഒരു 6 റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. 6 months കഴിഞ്ഞപ്പോ 6 റൂൾ. ശരി, കഴിഞ്ഞാൽ അതിൽ കുറച്ച് നല്ലതുകൊണ്ട് കുറച്ച് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ദുബായ് മാളിൽ നമ്മൾ എപ്പോഴും ഷോപ്പിങ്ങിന് പോവുക, എൻജോയ് ചെയ്യാൻ, അതെ, ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ ചെറിയൊരു ടെൻഷൻ പാർക്കിംഗ് ഒക്കെ വന്നു തുടങ്ങി, പേ പാർക്കിംഗ് ആയി തുടങ്ങി. അപ്പൊ പക്ഷെ അതിലും അതിലും നിങ്ങൾക്ക് ഇളവുകളുണ്ട്. അതായത് ആദ്യത്തെ 3 മണിക്കൂറും ലാസ്റ്റത്തെ 4 hours അല്ലേ. അതെ, ഇതൊക്കെ ഫ്രീ ആണ്. അപ്പൊ കുറേ നേരമൊക്കെ മെയിൻലി ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് 4 hours, ലാസ്റ്റ് 3 hours. ലാസ്റ്റ് 4 hours ഇല്ല, ലാസ്റ്റ് 4 hours എങ്ങനെ കാൽക്കുലേറ്റ് ഇല്ല, ലാസ്റ്റ് 3 hours. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ദുബായ് മാളിൽ എത്തിപ്പെടാൻ തന്നെ കുറച്ച് നേരം എടുക്കും, അകത്തേക്ക് നടന്നിട്ടൊക്കെ. പിന്നെ അവിടെ നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും 3 hours മേലെ ആവും. സത്യം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്നാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തൊട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസേഴ്സ്. UAE ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലാതെ ഒരു കാര്യമില്ലാണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഒരു പരിപാടി വിജയിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ ഇതിനോ അത്രയ്ക്കും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും മാക്സിമം അതിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതും ഇൻഫ്ലുവൻസേഴ്സിനാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് വന്ന ഒരു ചെറിയ റൂൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് നിർബന്ധമാണ്. പക്ഷെ ലൈസൻസ് എടുക്കാണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. 1250 ആണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള. അപ്പൊ അത് ഇല്ലാതെ നമുക്ക് കൊളാബറേഷൻസോ വീഡിയോസോ കാര്യങ്ങളോ പ്രൊമോഷൻസോ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു ടെൻഷൻ ഫ്രീ ആണ്. ചെറിയൊരു എമൗണ്ട് ആണ്. ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ ഇനി അത് ചെയ്യാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. 10,000. അപ്പൊ അത് ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക. കാരണം ഇവിടെയൊക്കെ നമ്മളായാലും എപ്പോഴും തന്നെ ഒരു ഫുഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്സ്, ഒരു നല്ലൊരു ഷോപ്പ്, എന്താ പറയുക, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്ലോത്ത് സ്റ്റോർ ആയാലും ഏതായാലും നോക്കുന്നത് ഏതെങ്കിലും ഇൻഫ്ലുവൻസറിന്റെ വീഡിയോസ് ആയിരിക്കും ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ അതിന് ലൈസൻസ് എടുത്ത് തന്നെ ഒരുപാട് നമുക്ക് നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ഒരുപാട് എന്താ പറയണ നല്ല നല്ല ഇത് കൊണ്ടുതരുന്ന ഒരുപാട് ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത റൂള് ആ റൂളല്ലേ. അതെ, പിന്നെ കൂടുതലും ഈ പാർക്കിംഗ് ഇതാണ്. പിന്നെ കുറച്ച് ബസ് റൂട്ട്സ് പുതിയത് വന്നിട്ടുണ്ട്, അതും വന്നിട്ടുണ്ട്. പിന്നെ എമിറാറ്റൈസേഷൻ. ഇപ്പൊ നമ്മുടെ വലിയ വലിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എമിറാത്തി
ഒരാൾ വേണം എന്നുള്ളത്. അപ്പൊ അതും കുറച്ച് മാൻഡേറ്ററി ആയിട്ട് വന്നു തുടങ്ങി. ഇതെല്ലാം ജൂലൈയിലാണ് വരുന്നത്. ഓൾറെഡി ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മുതൽ ഏപ്രിൽ മുതൽ പറഞ്ഞൊരു സംഭവങ്ങളായിരുന്നു. പക്ഷെ ഈ ഒരു മന്ത് തൊട്ടിട്ട് അത് കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതികൾ മൂലം നമ്മൾ പോവുകയാണ്. അടുത്ത ഷോ നമുക്ക് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സനീഷേട്ടൻ അടുത്ത കളികളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. നാളെ മേ ബി സുജി വിൽ കം. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത ആഴ്ച വരാം. ഇറ്റ്സ് മീ സൈനിങ് അപ്പ്. ബൈ ബൈ. This is Sujita. Bye bye. Good night.